ഭൂമി ചൗഹാൻ ഈ വിമാനത്തിൽ യാത്ര ചെയ്യേണ്ടിയിരുന്ന ഒരു യാത്രക്കാരിയാണ്. ഭൂമി പറയുന്ന കാര്യം, അതായത് ഭൂമി ഈ വിമാനത്തിൽ എത്താൻ വേണ്ടി ലണ്ടനിലേക്ക് പുറപ്പെടാൻ വേണ്ടി അവർ വന്നതാണ്. പക്ഷെ അഹമ്മദാബാദിൽ വലിയ ട്രാഫിക് ഉണ്ടായിരുന്നുകൊണ്ട് മാത്രം ഭൂമിക്ക് വിമാനത്തിൽ കയറാനായില്ല. അതുകൊണ്ട് മാത്രം വിമാനം മൈ ബോഡി ഈസ് ലിറ്ററലി ഷിവറിംഗ്. അതായത് അവർ പറയുന്നത്, ഈ ദുരന്തം കേൾക്കുമ്പോൾ ഞാൻ വിറയ്ക്കുകയാണെന്നാണ് ഭൂമി പറയുന്നത്. എനിക്ക് സംസാരിക്കാൻ പോലും ആകുന്നില്ല. ഗണപതി ബപ്പ സേവ്ഡ്, ദൈവം എന്നെ രക്ഷിച്ചു എന്നുള്ളതാണ് ഭൂമി പറയുന്നത്. ഞാനിപ്പോൾ പൂർണ്ണമായിട്ടും ബ്ലാങ്ക് ആണ്. എന്ത് സംസാരിക്കണമെന്ന് പോലും എനിക്കറിയില്ല. ഈ ക്രാഷിന്റെ, ഈ ദുരന്തത്തിന്റെ തകർച്ചയുടെ വാർത്ത കേട്ടതിന് പിന്നാലെ എന്നുള്ളതാണ് ഭൂമി പറയുന്നത്. അതായത് ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ വിശ്വാസം രക്ഷപ്പെട്ടതുപോലെ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഒരു 10 മിനിറ്റിനപ്പുറത്തേക്ക് ആ വിമാനം കിട്ടാതെ പോയി, ലേറ്റായി പോയി. ആ വിമാനം കിട്ടാതെ പോയി ആ നിമിഷത്തെ ഒരു പക്ഷേ ഭൂമി എത്രയോ ശപിച്ചിട്ടുണ്ടാകണം, അല്ലെങ്കിൽ ആ നിമിഷത്തെ ഓർത്ത് അവർ വിലപിച്ചിട്ടുണ്ടാകണം, വ്യസനിച്ചിട്ടുണ്ടാകണം. പക്ഷേ അത് ആ സങ്കടം 30 സെക്കൻഡ് പോലും ഭൂമിയെ സംബന്ധിച്ചിടത്തോളം നീണ്ടുപോയിട്ടുണ്ടാവില്ല, കുറച്ച് നിമിഷങ്ങൾ പോലും നീണ്ടുപോയിട്ടുണ്ടാവില്ല. കാരണം ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് 30 സെക്കൻഡിനുള്ളിൽ അത് നിലംപരിശായി, തീഗോളമായി, ചാരമായി മാറിയ അവസ്ഥയിൽ. എന്തായാലും അല്പസമയം മുമ്പ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. DNA പരിശോധനകളൊക്കെ പുരോഗമിക്കുകയാണ്, അതോടൊപ്പം അന്വേഷണവും ആരംഭിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ്, നമ്മൾ ഓരോ കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്, രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട്, മരണസംഖ്യയുമായി ബന്ധപ്പെട്ട്, പരിക്കേറ്റവരുടെ കാര്യം. എന്തായാലും അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് ആഭ്യന്തരമന്ത്രി തന്നെ പറയുന്നുണ്ട്. എന്താണ് ഈ അപകടത്തിന് കാരണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി അന്വേഷണവുമായി ബന്ധപ്പെട്ട് വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് ആ കാര്യങ്ങൾ പോകുന്നത്, നടപടിക്രമങ്ങൾ? ഈ അപകടം നടന്ന് ഏതാണ്ട് 1.5 മണിക്കൂറിന് ശേഷം തന്നെ വ്യോമയാന മന്ത്രാലയം ഒരു പ്രത്യേക യോഗം, ഒരു അടിയന്തര യോഗം ഡൽഹിയിൽ ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. ഉടനെ തന്നെ ഈ കാര്യം അന്വേഷിക്കാൻ ചുമതലപ്പെട്ട ആളുകൾ അഹമ്മദാബാദിലേക്ക് തിരിക്കുകയും അവരിപ്പോൾ തെളിവുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും ഈ അപകടത്തിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടുവെന്ന് ഔദ്യോഗികമായി തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു. ആ രക്ഷപ്പെട്ട ആളുടെ മൊഴി, ഒപ്പം ബ്ലാക്ക് ബോക്സ്, ഒപ്പം ATCയിൽ നിന്നുള്ള വിവരങ്ങൾ തുടങ്ങിയവയെല്ലാം വിശകലനം ചെയ്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് നാളെയോ മറ്റന്നാളോ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കപ്പെടും. അതിനുശേഷം വിശദമായ റിപ്പോർട്ട് വരും. എന്തായാലും 1-2 ആഴ്ചക്കകം വളരെ കൃത്യമായി തന്നെ എന്താണ് ഈ അപകടത്തിൻ്റെ, മഹാദുരന്തത്തിൻ്റെ കാരണം, എന്താണ് ഈ ദുരന്തത്തിലേക്ക് നയിച്ചത് എന്ന കാര്യം നമുക്ക് വ്യക്തമാകും. എന്തായാലും അത് സംബന്ധിച്ച വിശകലനമെല്ലാം അല്ലെങ്കിൽ തെളിവ് ശേഖരണമെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഇപ്പോൾ അഹമ്മദാബാദിലെ ആശുപത്രിയിൽ ഏതാണ്ട് 100ഓളം പേർ പരിക്കുകളോടെ ചികിത്സയിലുണ്ട്. ഏതാണ്ട് 55 പേർ ആശുപത്രിക്ക് അകത്തുണ്ടായിരുന്ന, ഈ വിമാനം തകർന്നു വീണ ആശുപത്രി കെട്ടിടത്തിന് അകത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് വിവരം. അവരിപ്പോൾ ആശുപത്രി ചികിത്സയിലാണ്. അതിൽ 5 പേരെ കാണാനില്ല എന്ന വിവരമുണ്ട്. ഒരാൾ മരണപ്പെട്ടു എന്ന ഔദ്യോഗികമായ സ്ഥിരീകരണമുണ്ട്. ഇങ്ങനെ പരിക്ക് പറ്റിയ ആളുകളുടെ ചികിത്സ ഒരു ഭാഗത്ത് നടക്കുന്നു, മറുഭാഗത്ത് മരണപ്പെട്ട ആളുകളുടെ ഈ DNA പരിശോധന ഫലം വേഗത്തിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ്. അതിനുവേണ്ടി ഈ മുംബൈയിൽ നിന്നും ഡൽഹിയിൽ നിന്നും പ്രത്യേക വിമാനങ്ങൾ എയർ ഇന്ത്യ സജ്ജമാക്കിയിട്ടുണ്ട്. അതെന്തിനു വേണ്ടി എന്നാൽ ഈ മരണപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾക്ക് അഹമ്മദാബാദിലേക്ക് എത്താനും തിരിച്ചു പോകാനുമുള്ള സൗകര്യമാണ്. അത് വിദേശത്ത് നിന്ന് വരാനുള്ള ബന്ധുക്കൾക്ക് അതിനുവേണ്ടിയുള്ള സൗകര്യവും എയർ ഇന്ത്യ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത്തരമൊരു വലിയ അപകടം സംഭവിച്ചിരിക്കുന്നത് എയർ ഇന്ത്യയുടെ വിമാനത്തിലാണ്. എയർ ഇന്ത്യയുടെ ഉടമസ്ഥരായിട്ടുള്ള ടാറ്റ ഗ്രൂപ്പ് ഇപ്പോൾ വലിയ സഹായ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. 1 കോടി രൂപയാണ് മരിച്ചവരുടെ കുടുംബത്തിന് അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾക്ക് നൽകുക. ഒപ്പം തന്നെ മെഡിക്കൽ കോളേജിന് തകർന്ന കെട്ടിടം നിർമ്മിച്ച് നൽകും എന്നൊക്കെ എയർ ഇന്ത്യ അറിയിച്ചിരിക്കുന്നു. എന്ത് നൽകിയാലും അതൊന്നും ഈ നഷ്ടപ്പെട്ട ജീവന് തുല്യമാകില്ല എന്ന് നമുക്കറിയാമെങ്കിലും സഹായവുമായി അവർ രംഗത്ത് വരുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി, വ്യോമയാന മന്ത്രി എന്നിവർ ഇപ്പോൾ അഹമ്മദാബാദിലുണ്ട്. അവർ കാര്യങ്ങൾ നിരീക്ഷിച്ചു വരുന്നു. ഒപ്പം തന്നെ അവിടുത്തെ മുഖ്യമന്ത്രിയും ഗുജറാത്ത് മുഖ്യമന്ത്രിയും കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് ഏകോപിപ്പിച്ചുകൊണ്ട് സംഭവ സ്ഥലത്തുണ്ട്. ഇപ്പോഴത്തെ ഒരു അനുമാനം വെച്ച് എഞ്ചിന് തകരാറുണ്ടായേക്കാം, അതാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്ന പ്രാഥമികമായ വിലയിരുത്തലുണ്ട്. എന്തായാലും ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇനിയും കൂടുതൽ പറയാനുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അദ്ദേഹത്തിന് കൂടുതൽ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ സഹോദരൻ മരണപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേർ മരിച്ചു കിടക്കുന്നത് കണ്ടാണ് അദ്ദേഹം ഒരു സ്വപ്നത്തിൽ എന്ന പോലെ ഉണർന്നെണീറ്റ് ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാകും എന്ന് നമുക്ക് മനസ്സിലാക്കാം.